ഞങ്ങൾ അറിയിക്കണേ 3 പേരെ ആശുപത്രി ചെന്നപ്പോഴത്തേക്ക് 3 പേരെ വരുത്തോളൂ എന്ന് ചോദിച്ചു. ഈ 3 ഒരാൾക്കെങ്കിലും കണ്ണപ്പോ കോളനി അന്വേഷിക്കാൻ കാര്യങ്ങളും അനുഭവങ്ങളും പറഞ്ഞു. എന്റെ ആങ്ങളുടെ മോനെ വയ്യാതെ കിടക്കും ഇപ്പോഴും. അതിനെ വാങ്ങിച്ച് ആശുപത്രിയിൽ കൊണ്ടുവന്നത് വിഷമം കൊണ്ട് പറഞ്ഞു. ആ കുഞ്ഞും ബസ്സിലെ പോയ എന്നിട്ട് ചോദിച്ചു നിങ്ങൾ 3 പേരെ ആനെ കൊണ്ടാണോ? അങ്ങനെ 3 പേരെ ആനെ കൊണ്ട് വന്ന് അന്വേഷിച്ചില്ല. അപ്പൊ ഇതേ കണക്ക് സംഭവിച്ചെന്തോ അങ്ങനെ എത്ര കുഞ്ഞുങ്ങള് പൊടി മക്കൾ വരെ ഉണ്ട്. എന്റെ സഹോദരങ്ങളെല്ലാം ഇവിടെ താമസിക്കുന്നത്. എനിക്കും കൊച്ചുമക്കളുള്ളതാ. അതിനെ കൊണ്ട് സങ്കടം കൊണ്ട് പറഞ്ഞു ഇതൊന്നല്ല 2 എണ്ണം അങ്ങനെ തല്ലണം എന്നിട്ട് അവസ്ഥ എന്നാലോചിച്ചു. ആരെങ്കിലും ഒന്ന് വന്ന് അന്വേഷിച്ചെങ്കിൽ ഇത്രയും ഇത് ഉണ്ടാവുമായിരുന്നു. ഒരു മനുഷ്യനും തിരക്കത്തില്ല. ഈ പറഞ്ഞതിന്റെ പിറ്റേ ദിവസം കൊണ്ട് ബീച്ചും പൗഡർ എല്ലാ കഞ്ചിനും കലക്കി. എന്തിനാ കൊണ്ടുവന്ന് കലക്കിയെന്ന് ചോദിച്ചു. ഇപ്പൊ ഇതൊരു കോളനിയാണ്. ഈ എണ്ണം പറഞ്ഞത് കോളനി ആനെ കൊണ്ട് ആരും ഒന്നും ഇവിടെ ഒരു പുച്ഛം പോലെ ഇട്ടിരിക്കുക. ഇന്ന് ഈ കൊച്ചുങ്ങൾ നാളെ ഇവിടെ ഇഷ്ടം പോലെ കൊച്ചു മക്കളുള്ളതാ. ഓടി കളിക്കുന്ന കൊച്ചുങ്ങളാ. ഇഷ്ടം പോലെ പെണ്ണും ആണും ഒക്കെ ഓടി കളിക്കുന്ന സ്ഥലങ്ങളാ. അതിനെ കൊണ്ടിത് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണം. ഈ 2 ദിവസത്തിനുള്ളിൽ എന്റെ വീട്ടിൽ കൊണ്ടുവന്നെ എന്തിനാ കലക്കുന്നേ? അവനെ കൊണ്ട് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാവണം. ഇന്ന് 2 കുഞ്ഞുങ്ങൾ തലേന്ന് പിറ്റേന്നും കൂടെ 2 മക്കൾ മരിച്ചത്. തലേന്ന് പിറ്റേന്നും കൂടെ ഒരു തലേന്ന് സഹിക്കുന്നതല്ല. അതിനെ കൊണ്ട് എന്തെങ്കിലും ഒരു തീരുമാനം ഇതിനകത്ത് ഉണ്ടാക്കണം. വിഷമമുള്ളതിനെ കൊണ്ട് പറഞ്ഞു. ഈ DMO ഈ കോളനിയുടെ വീടെല്ലാം സന്ദർശിക്കണം. ഈ കോളനി മൊത്തം സന്ദർശിക്കണം. DMO കോളനി മൊത്തം സന്ദർശിക്കണം. കോളനിയിലെ എല്ലാ വീടുകളും സന്ദർശിക്കണം. ഈ കോളനിയിലെ സ്ഥിതി DMO മനസ്സിലാക്കണം. അതിനുശേഷം മാത്രമേ DMO നമ്മൾ ഇവിടുന്ന് വിടത്തുള്ളൂ. അതിനുശേഷം മാത്രമേ DMO വിടത്തുള്ളൂ. മക്കളും കൊച്ചുമക്കളും എല്ലാം ഉള്ളതാ. ഇവിടെ ഒരു കോളനി മൊത്തം പരിശോധിക്കണം. കണ്ട് മനസ്സിലാക്കട്ടെ. ഒരു സഹോദരങ്ങളാണൊക്കെ ജാതി എന്താക്കട്ടെ. ഒരു സഹോദരങ്ങളാണൊക്കെയാണ് ഇവിടെയുള്ള മക്കളെല്ലാം എല്ലാവരും കാണുന്നത്. എല്ലാ ജനങ്ങളും ഇവിടെ ജാതിയിലില്ല. ജാതിയോ ഒന്നുമില്ല ഇവിടെ. എല്ലാവരും ഒരേ കണക്കാണ്. ഇന്ന് ആ കുഞ്ഞിന് സംഭവിച്ച കണക്ക് തന്നെ ഞങ്ങളുടെ മക്കൾക്ക് വരുന്ന കണക്ക് തന്നെ ആ ഒരു വിഷമമുണ്ട്. അതിനെ കൊണ്ട് ഇത്രയും പറയുന്നത്. ഇന്നലെ ബീച്ച് പൗഡർ കലക്കിയിട്ട് എന്റെ അടുത്ത് ഞാൻ ചോദിച്ചപ്പോ എന്നോട് പറയാ ഞങ്ങൾ അറിഞ്ഞില്ല 3 പേരെ വന്നോളന്ന്. എന്റെ ആശുപത്രി വന്നതേ ഉള്ളു. ഫസ്റ്റിലാൻ പോലെ ഹെൽത്ത് സെന്ററില്ല. എന്നോട് ചോദിച്ചു ഇവിടെ കൊറോണ ഇത്രയും കൊറോണ വന്നിട്ടേ ഈ കോളനി ഞങ്ങളെ സംരക്ഷിച്ച് നിർത്തിയതാ. ഞങ്ങളെല്ലാം തന്നെ ഈ കോളനി പ്രദേശത്തുള്ള ആളെല്ലാം സംരക്ഷിച്ച് നിർത്തിയത്. ഇവിടെ വ്യാപിക്കാതിരിക്കാൻ വേണ്ടി ഒരെണ്ണം നഷ്ടപ്പെടാതെ ഞങ്ങൾ വ്യാപിച്ച് നിർത്തിയതായി ഈ കൊറോണ വന്നപ്പോ. ഒരുപാട് കഷ്ടപ്പെട്ട് ഇഷ്ടം ഒരുപാട് ആൾക്കാർക്ക് കൊറോണ വന്ന ഈ സ്ഥലത്താണ് ഈ കോളനിക്കകത്ത്. അതുകൊണ്ട് എന്താന്ന് വെച്ചാൽ ചെയ്തേ പറ്റും. ഓരോരുത്തരും വന്ന് ഓരോന്ന് അന്വേഷിച്ചിട്ട് പോയാൽ മാത്രം പോലെ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കി. ഒരുപാട് കുഞ്ഞുങ്ങളിനകത്ത് കിടക്കണം. ഒരുപാട് മക്കളുള്ളതാ ഉണ്ട്. 18 വയസ്സ് 19 വയസ്സും 17 വയസ്സുള്ള കുഞ്ഞുങ്ങൾ അപ്പുറം കിടക്കുന്നത്. അതിനെ കൊണ്ട് പറഞ്ഞു വിഷമം കൊണ്ട് പറഞ്ഞത് ഏതൊരു തള്ളക്കാലും തള്ളക്കാലും ഉചിതമായ ഒരു തീരുമാനം എടുത്തോണ്ട് കേൾക്കുന്നത് നമുക്ക് സഹിക്കാൻ നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. തള്ളക്ക് വാവിട്ടുന്നല്ല ആ കുഞ്ഞിന്റെ ചെറുക്ക് ഇളയനെ കണ്ടപ്പോ ആ വാവിട്ട് തള്ളക്ക് നിലവിളിക്കാൻ പറ്റുന്നില്ല. അത്രയ്ക്ക് സങ്കടമായിപ്പോയി. അത്രയ്ക്ക് എന്നുവെച്ചാൽ 2 ദിവസം കൊണ്ട് 2 മരണവാ. അതിനെ കൊണ്ട് പറ ഇഷ്ടം പോലെ മക്കളിനകത്തുള്ളതാ. കുഞ്ഞു മക്കളാകില്ല. ഇതിനൊരു തീരുമാനം ഉണ്ടായാൽ പറ്റും. മക്കളോട് ഓടി കിടക്കുന്നതാ. ഇവിടെ വെള്ളക്കെട്ടുണ്ട്. ഇവിടെ വെള്ളങ്ങൾ വരുന്നുണ്ട്. എല്ലാം വരുന്നുണ്ട്. ഇവിടെ പറഞ്ഞ കണക്ക് 350 മീറ്റർ അപ്പുറം കിടക്കുന്ന ഒരു ഹെൽത്ത് സെന്ററിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ ആ സാധനം ഇവിടുന്ന് വിളിച്ചോണ്ടോ. ഇവിടെ ഹെൽത്ത് സെന്റർ കയറി കൊണ്ടത് ഹെൽത്ത് സെന്ററിന് ആവശ്യമില്ല. ഇത് ഇന്നലെയുള്ള ചാലല്ല. ഇത് അന്ന് അന്വേഷിക്കാം. അത്ര വിഷമങ്ങൾ പ്ലാസ്റ്റിക് എടുത്തോണ്ടൊന്നും പൈസ മേടിക്കണം. 2 കൊച്ചുങ്ങൾ മരിച്ചപ്പോഴാണ് നാളത്തെ ക്യാമ്പ്. എല്ലാവരും ഒരു വീട്ടിൽ 2 മരണമാണ്.
കുഞ്ഞുങ്ങളാണെങ്കിൽ അത് കുഞ്ഞുങ്ങളല്ലേ 19 വയസ്സും 18 വയസ്സുള്ളത് പിന്നെ 17 വയസ്സുള്ളത് വലിയ മക്കളാണോ? ന്യായീകരിക്കരുത്. അത് അന്നേരം ആരോഗ്യവകുപ്പിനെ ന്യായീകരിക്കാൻ നിൽക്കരുത്. ഇവിടെ ഇത്രയും 2 പിള്ളേർ മരിച്ചിട്ട് ആരോഗ്യവകുപ്പിനെ ന്യായീകരിക്കാൻ നിൽക്കരുത് ചേച്ചി. അതാ പറഞ്ഞത്, ന്യായീകരിക്കാൻ നിൽക്കരുത്. മൂന്നാമത്തെ കുട്ടിയും പോകേണ്ടതായ ആ ചെറുക്കനെ ഇപ്പൊ ആ ചെറുക്കനെ ഇവിടെ ഞങ്ങള് ജനങ്ങള് ഇവിടുത്തെ പൊതുപ്രവർത്തകര് ജനങ്ങളെല്ലാം കൂടെ ഞങ്ങള് പിരിവിട്ടാണ് ഇപ്പൊ അതിന്റെ കമ്മിറ്റിയാണ് ഞങ്ങൾ വരുന്നത്. അവനെ സംരക്ഷിക്കാൻ വേണ്ടി ആ കൊച്ചിനെങ്കിലും വേണം അവർക്ക്. 2-3 കൊച്ചുകളിൽ 2 പോയി ആ ഒരു പൊടി കൊച്ചിനെങ്കിലും വേണമെന്നുള്ള ആഗ്രഹത്തിലാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത്. അന്നേരം ആരോഗ്യവകുപ്പിനെ ന്യായീകരിക്കാൻ ചേച്ചി. ആരോഗ്യവകുപ്പ് ചെയ്യുന്നതെന്ന് അറിയാമോ?